നമസ്കാരം. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന്റെ ഓഹരി കൈമാറ്റവുമായി ബന്ധപ്പെട്ട വാർത്തകൾ പുറത്തുവന്നതോടെ സംസ്ഥാന സർക്കാർ ഒപ്പുവെച്ച കരാറിലെ വ്യവസ്ഥകളും അനുമതിയും സംബന്ധിച്ച ചർച്ചകൾ രാഷ്ട്രീയ കേരളത്തിൽ സജീവമാകുന്നു. കോൺഗ്രസിനുള്ളിലും മുന്നണിക്കുള്ളിലും വിഷയം ചർച്ചയാവുകയാണ്. തുറമുഖത്തിന്റെ വളർച്ച അനിവാര്യമാണെങ്കിലും നിയമപരമായ ചട്ടക്കൂടുകൾ പാലിച്ചുകൊണ്ട് മാത്രമേ ഇത്തരം വലിയ തീരുമാനങ്ങൾ നടപ്പിലാക്കാവൂ എന്നാണ് ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രിയും കൂട്ടരും വ്യക്തമാക്കുന്നത്. അതേസമയം പ്രതിപക്ഷം ഈ വിഷയം സർക്കാരിനെതിരായ ആയുധമാക്കാൻ ഉപയോഗിക്കുകയാണ്. തുറമുഖത്തിന്റെ വികസനത്തെ സ്വാഗതം ചെയ്യുമ്പോഴും ഓഹരി കൈമാറ്റവുമായി ബന്ധപ്പെട്ട നിയമവശങ്ങൾ കൃത്യമായി പരിശോധിക്കണമെന്നാണ് ശശി തരൂർ MP വിഷയത്തിൽ അഭിപ്രായം രേഖപ്പെടുത്തിയത്. വിഴിഞ്ഞം തുറമുഖത്തിന്റെ വളർച്ചയാണ് നാടിന്റെ ആവശ്യം. എന്നാൽ നിയമങ്ങൾ പാലിച്ചുകൊണ്ട് മാത്രമേ ഓഹരി കൈമാറ്റം അടക്കമുള്ള കാര്യങ്ങൾ മുന്നോട്ടു പോകാൻ പാടുള്ളൂ. സംസ്ഥാന സർക്കാരിന്റെ അനുമതിയില്ലാതെ ഇത്തരം കൈമാറ്റങ്ങൾ നടക്കില്ല. വിഷയത്തിൽ വിശദമായ പഠനം നടത്തിയ ശേഷം സർക്കാർ കൃത്യമായ തീരുമാനമെടുക്കുമെന്നാണ് കരുതുന്നതെന്നാണ് തരൂർ പറഞ്ഞത്. അതേസമയം വിഷയത്തിൽ കൂടുതൽ വിവാദങ്ങൾ വേണ്ടെന്ന സൂചനയാണ് PK കുഞ്ഞാലിക്കുട്ടി നൽകിയത്. വിഷയത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭയിലും പുറത്തു നൽകിയ മറുപടികളിൽ എല്ലാ കാര്യങ്ങളും വ്യക്തമാണെന്നും അതിനാൽ കൂടുതൽ ചർച്ചകൾക്ക് പ്രസക്തിയില്ലെന്നും അദ്ദേഹം സൂചിപ്പിച്ചു. സർക്കാരിന്റെ ഭാഗത്തു നിന്നും കരാറുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ വ്യക്തത വന്നിട്ടുണ്ടെന്നാണ് UDF നേതൃത്വത്തിന്റെ പൊതുവായ വിലയിരുത്തൽ. വിഴിഞ്ഞം തുറമുഖത്തെ ഓഹരി വിൽപ്പനയ്ക്ക് സംസ്ഥാന സർക്കാർ അനുമതി നൽകുന്നത് വിശദമായ കൂടിയാലോചനകൾക്ക് ശേഷമെന്നാണ് റിപ്പോർട്ട്. അദാനി പോർട്ട് നൽകിയ നിയമ അപേക്ഷയിൽ നിയമവശങ്ങളടക്കം പരിശോധിക്കാനാണ് മുഖ്യമന്ത്രിയുടെ തീരുമാനം. ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിലുള്ള ഉന്നത അധികാര സമിതിയാണ് അപേക്ഷ ആദ്യം പരിശോധിക്കുന്നത്. സമിതിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ മന്ത്രിസഭാ യോഗം വിഷയം ചർച്ച ചെയ്യും. മന്ത്രിസഭയാണ് ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കുന്നത്. പ്രതിപക്ഷത്തിന്റെ വിമർശനവും കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിന്റെ നിലപാടും സർക്കാരിന് മേൽ സമ്മർദ്ദമുണ്ടാക്കുന്നുണ്ട്. വിഴിഞ്ഞം ഓഹരി കൈമാറ്റത്തിൽ അദാനിയോടുള്ള നിലപാടിൽ കോൺഗ്രസിൽ ഭിന്നത രൂപം കൊണ്ടിട്ടുണ്ട്. കടുത്ത നടപടി വേണമെന്നാണ് KC പക്ഷത്തിന്റെ അഭിപ്രായം. കേരളം ഭരിക്കുന്നത് BJP സർക്കാരല്ലെന്ന് KC ഇന്നലെ മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു. KC ശക്തമായ നിലപാടെടുത്തതിന് പിന്നാലെയാണ് മുഖ്യമന്ത്രി ഇന്നലെ അദാനിക്ക് അതൃപ്തി അറിയിച്ച് കത്ത് നൽകിയത്. എന്നാൽ വിഷയത്തിൽ തുടക്കത്തിൽ തന്നെ ശക്തമായ നിലപാട് സ്വീകരിച്ചത് മുഖ്യമന്ത്രിയാണ് എന്നാണ് VD സതീശനെ അനുകൂലിക്കുന്ന വിഭാഗം പറയുന്നത്. MSC അദാനി കരാർ കൈമാറ്റത്തിന് സർക്കാരിന്റെ അനുമതി വേണമെന്നായിരുന്നു മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം സഭയിൽ പറഞ്ഞത്. കരാർ കൈമാറ്റത്തിന് ഇതുവരെ അദാനി ഗ്രൂപ്പ് അനുമതി തേടിയിട്ടില്ലെന്നും ഓഹരി കൈമാറ്റത്തിൽ സർക്കാരിന് ആശങ്ക ഉണ്ടെന്നും VD സതീശൻ സഭയിൽ പറഞ്ഞിരുന്നു. വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഓഹരി കൈമാറാനുള്ള അദാനിയുടെ നടപടിയിൽ സർക്കാർ നിയമോപദേശം തേടും. ഒപ്പം വിദഗ്ധ പരിശോധനയും നടത്തും. കരാറിന് സർക്കാർ അതിവേഗം അനുമതി നൽകില്ല. എല്ലാം വ്യവസ്ഥകളനുസരിച്ചാണ് നടക്കുന്നതെന്നും സർക്കാരിന്റെ അനുമതിക്ക് ശേഷം മാത്രമേ അന്തിമ കരാറിലേക്ക് പോകൂ എന്നുമാണ് അദാനിയുടെ നിലപാട്. വിഴിഞ്ഞം പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്ന ആരോപണങ്ങളും ഓഹരി കൈമാറ്റത്തിന്റെ സാങ്കേതികതയും വരും ദിവസങ്ങളിൽ മന്ത്രിസഭാ യോഗത്തിൽ പ്രധാന ചർച്ചാ വിഷയമാകുമെന്നാണ് റിപ്പോർട്ടുകൾ. കരാറിലെ വ്യവസ്ഥകൾ പ്രകാരം സ്വകാര്യ പങ്കാളിക്ക് ഓഹരി കൈമാറുന്നതിന് സർക്കാരിന്റെ മുൻകൂർ അനുമതി ആവശ്യമുണ്ടോ എന്നത് സംബന്ധിച്ച് നിയമോപദേശം സർക്കാർ ആരാഞ്ഞേക്കും.